പലപ്പോഴും നമ്മൾ നോക്കുമ്പം നമ്മൾ ഒരു ഏത് ബിസിനസിന്റെ അകത്തും പലപ്പോഴും നമ്മൾ നോക്കുമ്പം നമ്മൾ ഒരു ഓഡിറ്ററോ ഇൻകം ടാക്സ് ആര് വന്ന് പരിശോധിച്ചാലും അവിടെ ഇവിടെ ചെറിയ പുറത്തേക്കേട് അവിടെ ഇവിടെ കാണും. മനസ്സിലല്ലേ? ഇപ്പൊ ഡെലിബറേറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ ഡെലിബറേറ്റ് ആയിരിക്കും, നോൺ ഡെലിബറേറ്റ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്ന നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇത്രയും നാള് അദ്ദേഹം എത്രയോ പ്രോജക്ട്സ് ചെയ്തു, എത്രയോ രീതിയിൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പല രീതിയിലും സർക്കാർ ഇത്രയും നാൾ ചെയ്ത പല നല്ല ദുബായിലെ ഏറ്റവും നല്ല ഹൗസിംഗ് ഒരു കോംപ്ലക്സിൽ ദുബായ് സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്ന ഏറ്റവും നല്ല എക്സ്പെൻസീവ് പ്ലേസസ് താമസിക്കുന്ന ആള്. അപ്പൊ അവിടെ ദുബായ് താമസിക്കണമെങ്കിൽ തന്നെ അവിടെ ബിസിനസ്സും പല കാര്യങ്ങളും കാണും. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് പലപ്പോഴും വരുന്ന പ്രോബ്ലം ചില കാര്യത്തിനൊന്നും ക്ലാരിറ്റി കാണത്തില്ല. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഒരു ED റെയ്ഡ് ഒക്കെ വന്ന് നമ്മൾ അതിനെടുത്ത് പൊക്കി അതിനെ വലിയ രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പം അതിന് വരുന്ന ടെൻഷൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും താങ്ങാൻ പറ്റുമെന്ന് വരില്ല. അപ്പൊ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ മാനസികം ആയിട്ടൊരു സമ്മർദ്ദനം കൊടുത്തിട്ട് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് കൊണ്ട് എത്തിച്ച് ഒരു അറസ്റ്റിലോട്ടൊക്കെ പോകുന്നുള്ള ഒരു ചിലപ്പം ഇത്രയും നല്ല രീതിയിൽ പബ്ലിക് ഒപ്പീനിയനും പബ്ലിക്കിന്റെ മുമ്പ് കാണുന്ന ഒരാള് മാനസികമായിട്ട് തകർന്ന രീതിയിലുള്ള ത്രെറ്റ് വല്ലതും ഉണ്ടായി. അതിപ്പം നമ്മൾ മനസ്സിലാക്കാൻ അവിടുത്തെ ജോലിക്കാരെ തന്നെ പറയുന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പം അദ്ദേഹത്തിന് പക്ഷെ ഒരു ഓഫീസിനകത്ത് തോക്കൊക്കെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇനി ചിലപ്പോൾ അദ്ദേഹം സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി തോക്കൊക്കെ കൊണ്ടുപോകായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വന്തമായിട്ട് വെടിവെച്ച് മരിക്കുന്ന നല്ലൊരു കാര്യമല്ല. അതേ ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വരുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഇരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, കോൺഫിഡന്റ് റോയ് എന്ന് പറയുന്ന പുതിയ ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ആ ബ്രാൻഡ് ഇക്വിറ്റി ഉള്ള ഒരാളിന് മാനസികമായിട്ട് തകർക്കുമ്പോൾ ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ വീക്ക് മൊമെന്റിൽ ഇത് ചെയ്തു പോകുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നമുക്ക് ബാക്കി എല്ലാ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഇതൊരു വലിയ ഞെട്ടലാണ്. കാര്യം ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ഇത് നമ്മൾ ഇന്ത്യ ഒരു ഗ്രോയിങ് ഇക്കണോമിയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ പല വിശ്വാസത്തിൽ കൊണ്ട് ബിസിനസ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും.